Welcome to Mech Cafe. It's me Suraj. We have a very hologram display on the smartphone. We will go to the video. നമ്മുടെ ബോക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു 14 സെന്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 14 സെന്റിമീറ്റർ നീളമുള്ള രണ്ട് ഗ്ലാസിന്റെ പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലൈവുഡിന്റെ പീസ് വേണം. പിന്നെ നമ്മുടെ ജനലിന്റെ ഫ്രെയിമിൽ ഗ്ലാസ് ഒക്കെ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയ മരത്തിന്റെ പീസാണ്. അതിനുശേഷം ഈ മരത്തിന്റെ പീസ് ഇവിടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് വെക്കുകയാണ്. എന്നിട്ട് ഗ്ലാസിന്റെ ഷേപ്പിൽ തന്നെ നമ്മളൊരു പേന കൊണ്ട് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലാസിന്റെ സൈഡിലൂടെ വരച്ചിട്ട് നമുക്കൊരു കട്ടറോ അല്ലെങ്കിൽ ആക്സ് ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു കട്ടർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ വീലൊന്നും ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ വീൽ ഉപയോഗിക്കുകയാണ്. പിന്നീട് നമുക്കൊരു 13 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇത് ത്രൂ ഔട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് രണ്ടാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ 3 പ്ലൈവുഡിൻ്റെ പീസുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു ബോക്സ് ടൈപ്പിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. അതിനുശേഷം ചെറിയ പ്ലൈവുഡിൻ്റെ പീസിൻ്റെ അവിടെ നമ്മളൊരു 45 ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 45 ആംഗിൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ചെറിയ മരത്തിൻ്റെ പീസ് ഒരു കോണിക്കൽ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് അത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്ലൈവുഡിലേക്ക് മരത്തിൻ്റെ കഷ്ണം നമുക്ക് ഉറപ്പിച്ചെടുക്കാനായിട്ട് ഒന്ന് ഡ്രില്ല് ചെയ്ത് നമുക്കൊന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുകയാണ്. ഇപ്പോൾ ആണി അടിച്ചാലും മതി, ഇപ്പോൾ സ്ക്രൂ ചെയ്യണമെന്നില്ല. അപ്പോൾ തടസ്സമൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ക്രൂ ചെയ്യുന്നത്. സ്ക്രൂ ആകുമ്പോൾ നമുക്ക് ഒതുങ്ങി അതിൽ നിന്നോളൂ. അപ്പോൾ ആണിയാകുമ്പോൾ അപ്പുറത്ത് നമുക്കത് ആണി അടിച്ച് കഴിയുമ്പോൾ പിന്നെ വളച്ചൊക്കെ വെക്കേണ്ട കാര്യങ്ങളൊക്കെ വരും. സ്ക്രൂ ആകുമ്പോൾ സേഫ്റ്റിയാണ്. പിന്നീട് നമുക്ക് വലിയ പ്ലൈവുഡിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആ മരത്തിൻ്റെ പീസ് ഒന്ന് ഡ്രില്ല് ചെയ്ത് അതൊന്ന് സ്ക്രൂ ചെയ്തെടുക്കണം. അപ്പോൾ ഡ്രില്ല് ചെയ്ത് നമുക്ക് സ്ക്രൂ ഇട്ട് ഒന്ന് ഉറപ്പിക്കാം. 2 സ്ക്രൂ ആണ് നമ്മളിവിടെ ഇടുന്നത്. വലിയ ബലമൊന്നും വന്നില്ല, അപ്പോൾ അതുകൊണ്ട് 2 സ്ക്രൂ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ 3 എണ്ണം സെറ്റ് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം നമുക്കിത് വലുതിലേക്ക് ഈ ചെറിയ 2 പീസുകൾ നമുക്ക് സ്ക്രൂ ചെയ്ത് വീണ്ടും ഉറപ്പിക്കണം. അപ്പോൾ ഏകദേശം ഒരു ബോക്സിൻ്റെ 2 ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കും. ബാക്കി വിസിബിൾ ആയിട്ടുള്ള ഏരിയ ആണ്, അത് നമുക്ക് കവർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഗ്ലാസ് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാം. അപ്പോൾ 2 സൈഡിലും സിലിക്കോൺ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ് പീസ് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം. അതിനായിട്ട് കുറച്ച് സിലിക്കോൺ ഇട്ടിട്ട്, ഇതിപ്പോൾ ബ്ലാക്ക് സിലിക്കോണാണ്. ബ്ലാക്ക് സിലിക്കോൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ആയിരുന്നു നല്ല. വൈറ്റ് നമ്മുടെ സംഭവം തീർന്നു പോയി. ഇത് തന്നെ സംഭവം കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ബ്ലാക്ക് തന്നെ വയ്ക്കാം. ഗ്ലാസ് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സിലിക്കോൺ ഡോട്ട് എടുക്കുക, കൈ മുറിയാത്ത രീതിയിൽ. ഇതിപ്പോൾ അതിൻ്റെ നമ്മളൊരു അലൂമിനിയം ബീഡിങ് അതിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഉറപ്പിന് വേണ്ടി. ഇത് ഓപ്ഷനിലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ബുക്കിൻ്റെ കവർ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഏകദേശം ആ ഒരു ഡിസ്പ്ലേ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഒന്ന് ടേപ്പ് ചെയ്ത് ഒട്ടിക്കാം. ഇപ്പോൾ ഇൻസുലേഷൻ ടേപ്പോ അതുപോലെ സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറന്നു പോകാത്ത രീതിയിൽ, ഇളകി പോകാത്ത രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട്, ഒരു സൈഡ് ഫുൾ വിസിബിൾ ആണ്, 2 സൈഡാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ടോപ്പ് സൈഡിൽ നമ്മൾ മൊബൈൽ വെക്കാനുള്ള സ്ക്രീനിൻ്റെ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി കവർ ചെയ്തേക്കുവാണ്. അതിനുശേഷം നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു ഹോളോഗ്രാം വീഡിയോ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ മോഡിലൊന്ന് വയ്ക്കാം, പ്ലേ ചെയ്തിട്ട്. നമ്മുടെ ഈ 3D ബോക്സ് അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ബോക്സിൻ്റെ ഒരു സ്കെൽറ്റൻ ഡ്രോയിങ് ഇവിടെ വരച്ചേക്കുവാണ്. അതിനൊരു 6 പാർട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഒന്നാമത്തത് സെമി റിഫ്ലക്റ്റീവ് സർഫസ്, അതായത് നമ്മുടെ ഗ്ലാസ്. പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള പോയിന്റ് മാർക്ക് ചെയ്തേക്കുന്നത് പോയിന്റ് ഓഫ് റിഫ്ലക്ഷനാണ്. ഈ ആരോ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ നോക്കുന്ന ആ ഒരു ആംഗിളാണ്. പിന്നീട് നമ്മുടെ ഒറിജിൻ ഓഫ് ഇമേജ്, അതായത് നമ്മുടെ മൊബൈലിൽ നിന്ന് വരുന്ന ഇമേജ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വിർച്വൽ ഇമേജ്. നമ്മുടെ മൊബൈലിൽ നിന്ന് വരുന്ന ഇമേജിൻ്റെ ലൈറ്റ് ഈ 45 ആംഗിളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലാസ്സിൽ തട്ടിയിട്ട് അതിൻ്റെ പുറകിലായിട്ട് ഒരു വിർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഇതിലൂടെ നോക്കുമ്പോൾ അതൊരു 3D വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എൻ്റെ ഒരു ചെറിയ അറിവിൽ പറഞ്ഞാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മെക്ക് കഫേ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സുരാജ്. ബൈ.